കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും ഒരു പുതിയ ദിവസത്തിൻ്റെ പുലർകാലം കൂടെ കർത്താവ് ദാനം തന്നിരിക്കുകയാണ്. നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ കർത്താവ് തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. എന്തെല്ലാം സംഭവ വികാസങ്ങളിലൂടെയാണ് ഇന്നത്തെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനേക പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിലും കർത്താവ് നമ്മെ ക്ഷമത്തോടെ പരിപാലിക്കുന്നു. നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ദൈവരാജ്യം അവകാശമാക്കാത്തവർ. കഴിഞ്ഞ 4 എപ്പിസോഡുകളായി നാം തുടർച്ചയായി ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ തിരുവെഴുത്തിൽ ഗലാത്യ ലേഖനം 5ാം അധ്യായം അതിൻ്റെ 21ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 5ാം അധ്യായം 21ാമത്തെ വാക്യം. അവിടുത്തെ വായിക്കുന്നത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. തിരുവചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ ചോദ്യം, ഏത് വക പ്രവർത്തിക്കുന്നവർ? ഗലാത്യ ലേഖനം 5ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏതു വക പ്രവർത്തിക്കുന്നവരാണ് ദൈവരാജ്യം അവകാശമാക്കാത്തതെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഗലാത്യ ലേഖനം 5ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവ എന്ന വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. നാം തിരുവചനം പഠിക്കുമ്പോൾ നമ്മെ സ്വർഗരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളുടെ ഒരു വലിയ പട്ടികയാണ് ഗലാത്യ ലേഖനം 5ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 4ാമത്തേതാണ് വിഗ്രഹാരാധന. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം എന്നീ 3 ജഡത്തിൻ്റെ പ്രവൃത്തികളെ കണ്ടു. ഇന്ന് 4ാമത്തേത് വിഗ്രഹാരാധന. അപ്പൊ തിരുവചനം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1ാം ലേഖനം 10ാം അധ്യായം അതിൻ്റെ 14ാമത്തെ വാക്യം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1ാം ലേഖനം 10ാം അധ്യായം 14ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ. വചനം വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ. സങ്കീർത്തനങ്ങൾ 95:6 വായിക്കുമ്പോൾ അതിൻ്റെ കാരണം കൊടുത്തിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 95:6, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അപ്പം നാം നിർമ്മിച്ചതിൻ്റെ മുമ്പിലല്ല, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. നാം തിരുവചനം പഠിച്ചാൽ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ലോകചരിത്രം മുൻനിർണയിച്ച് അതിൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം അറിയുന്ന ഒരു ദൈവം. ബാബേൽ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലത്ത് ആ സാമ്രാജ്യം നശിക്കുമെന്നും അതിനുശേഷം മേദ്യ പേർഷ്യ സാമ്രാജ്യം ഉടലെടുക്കുമെന്നും അതിനുശേഷം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തെ ഭരിക്കുമെന്നും അതിനുശേഷം ഇരുമ്പ് പോലെ ശക്തമായ റോമാ സാമ്രാജ്യം ലോകത്തെ ഭരിക്കുമെന്നും ആ റോമാ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായിട്ട് 10 ഛിന്നഭിന്നമായിട്ട് പോകുമെന്നും ഒക്കെ ലോകത്തിൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ ലോകത്തെ മുന്നറിയിച്ച ഒരു സർവശക്തനായ ദൈവം. ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങൾ മറനീക്കി തൻ്റെ ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത സർവശക്തനായ ദൈവം. അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ
ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അണ്ഡകടാഹങ്ങളെ നിർമ്മിച്ചവൻ, കാറ്റിനെ തൂക്കി നോക്കുന്നവൻ, മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു വഴിയുമുണ്ടാക്കിയവൻ, സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നവൻ, ആഴികളെ ഭണ്ഡാര ഗൃഹങ്ങളിൽ സംഗ്രഹിച്ചവൻ, കരയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് ആഴിക്കും ഊഴിക്കുമിടയിൽ പഞ്ചസാര മണൽ കൊണ്ട് അതിർവരമ്പ് നിശ്ചയിച്ചവൻ. ദൈവത്തിന് സ്തോത്രം. ആഴിയിലെ വെള്ളത്തെ നാഴി കൊണ്ടളക്കുന്നവൻ, ഊഴിയിലെ പൂഴിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, അഖിലാണ്ടത്തെ നിർമ്മിച്ച സകലത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ സൃഷ്ടിതാവും പരിപാലകനുമായ സർവശക്തനായ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അപ്പൊ എവിടെ മുട്ടുകുത്തണം, എവിടെ ആരാധിക്കണം? നമ്മെ നിർമ്മിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ നാം ആരാധിക്കണം. അപ്പൊ ദൈവത്താൽ എഴുതപ്പെട്ട മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല സർവ്വലോകത്തിനും വേണ്ടി ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ അഗ്നിപ്രമാണത്തിലെ രണ്ടാമത്തെ പ്രമാണം വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. പുറപ്പാട് 20:4-5 വാക്യങ്ങൾ. പുറപ്പാട് 20:4-5 വാക്യങ്ങൾ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അഗ്നിപ്രമാണത്തിലെ രണ്ടാമത്തെ പ്രമാണം എന്ന് പറയുന്നു, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ മീതെ സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെയോ താഴെ ഭൂമിയിലുള്ള മനുഷ്യൻ്റെയോ ഒന്നിൻ്റെയും ഒരു രൂപമുണ്ടാക്കി ആരാധിക്കരുതെന്ന് രണ്ടാമത്തെ പ്രമാണം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം ദൈവരാജ്യത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന ഒന്നാണ് ജഡത്തിൻ്റെ പ്രവൃത്തിയായ വിഗ്രഹാരാധന. നമുക്കറിയാം, ദൈവരാജ്യത്തിൽ ദൈവം തമ്പുരാൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ അഗ്നിപ്രമാണമായ 10 കൽപ്പനകളാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ പ്രമാണം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ നമ്മുടെ സ്ഥാനം ദൈവരാജ്യത്തിന് പുറത്തായിരിക്കും. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പം നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ 4-ാമത്തേതാണ് വിഗ്രഹാരാധന. എന്താണ് വിഗ്രഹാരാധന? ഐഡലോലാട്രിയ എന്ന മൂലപദത്തിൽ നിന്നാണ് ഐഡലാട്രി അഥവാ വിഗ്രഹാരാധന എന്ന പദമുണ്ടായത്. അപ്പം ഏതെങ്കിലും ഒന്നിൻ്റെ രൂപം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കി ആരാധിക്കുന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് വിഗ്രഹാരാധനയിൽ. അപ്പം ദൈവത്തെക്കാൾ ഉപരി നാം എന്തിനെ സ്നേഹിക്കുന്നുവോ അതും നമ്മുടെ വിഗ്രഹമാണ്. അപ്പം നാം ദൈവത്തെക്കാൾ ഉപരിയായി പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എന്തിനു കൊടുക്കുന്നുവോ അത് ആ വ്യക്തിയുടെ വിഗ്രഹമാണ്. പലപ്പോഴും നാം ഇപ്രകാരമുള്ള പാപത്തിന് അടിമയല്ലേ എന്ന് പകൽക്കാലം ചിന്തിക്കുക. വിശുദ്ധ വേദപുസ്തകം ഈ പാപത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പം കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ ഈ പാപത്തിനെതിരെ ദൈവജനത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായിട്ട് തിരുവചനത്തിൻ്റെ താളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവജനത്തിൻ്റെ ഈ പാപത്തിനെതിരെ ദൈവം തമ്പുരാൻ ശക്തമായ മുന്നറിയിപ്പ് തൻ്റെ ജനത്തിന് കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായം 1 മുതൽ 10 വരെ. അവിടെ എന്താ വായിക്കുന്നത്? 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എൻ്റെ അടുക്കൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ല സ്വർണത്തിൻ്റെ പ്രഭ പോലെയും ആയിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവെന്നെ ഭൂമിക്കും ആകാശത്തിനു മധ്യേ ഉയർത്തി. ദിവ്യ ദർശനങ്ങളിൽ യെരൂശലേമിൽ വടക്കോട്ടുള്ള
അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിൻ്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിൻ്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണത ബിംബത്തെ കണ്ടു. ദൂതൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണും എന്നരുളി ചെയ്തു. അവൻ എന്നെ പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തിത്തുരക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തിത്തുരന്നാറെ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട്, നീ അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്ത് ചെന്നു. വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു. അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാന്റെ മകനായ ഏസന്യ അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപമേഘത്തിൻ്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാർ ഓരോരുത്തൻ ഇരുട്ടത്ത് താൻ്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്നവർ പറയുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ നമ്മൾ ഈ യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം തമ്പുരാൻ തൻ്റെ ജനം ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്ത് ചെയ്യുന്ന തെറ്റായ ആരാധന രീതിയിലേക്ക് പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ച മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്ത് തന്നെ ദൈവവചനത്തിന് വിരുദ്ധമായ ആരാധന നടക്കുകയാണ്. എന്താ അവിടെ കണ്ടത്? വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്ന കാഴ്ചയാണ് പ്രവാചകൻ യഹോവയുടെ ആലയത്തിൻ്റെ അകത്ത് കാണുന്നത്. അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാന്റെ മകനായ ഏസന്യ അവരുടെ നടുവിലും ധൂപകലശം പിടിച്ചുകൊണ്ട് ഈ വിഗ്രഹങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ യഹോവയുടെ മന്ദിരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന തെറ്റായ ആരാധന രീതി നാം കാണുകയാണ്. നാം ഓരോരുത്തരും ആരാണ്? ഇത് ഇന്ന് യഹോവയുടെ ആലയത്തിൻ്റെ അകത്ത് മാത്രമല്ല, നമ്മുടെ ഉള്ളിലും ഈ തെറ്റായ ആരാധന നടക്കുന്നുണ്ട്. അപ്പം നാം ഓരോരുത്തരും ആരാണ്? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. അവിടെ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, നാം ആരാണ്? വിശുദ്ധ വേദപുസ്തകം, നിങ്ങൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പം നമ്മുടെ ശരീരം ദൈവം വസിക്കേണ്ട മന്ദിരങ്ങളാണ്. ആ മന്ദിരത്തിൻ്റെ ഉള്ളിൽ ദൈവവചനത്തിന് വിരുദ്ധമായ ആരാധന നടക്കുന്നുവെങ്കിൽ നാം ദൈവരാജ്യം കാണുകയില്ല, ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പലപ്പോഴും ദൈവം തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലേക്കൊന്ന് ഇറങ്ങി വന്നാൽ അവിടെ ദൈവവചനത്തിന് വിരുദ്ധമായ ആരാധനയല്ലേ പലപ്പോഴും നടക്കുന്നത്? പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ട് ഓടുവിനെന്ന് പറയുമ്പോൾ നാം ആകുന്ന മന്ദിരത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും നാം താലോലിക്കുന്ന പല വിഗ്രഹങ്ങളുമല്ലേ ഇരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഭൗതിക സമ്പത്തായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഉദ്യോഗമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ സൗന്ദര്യമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ മക്കളായിരിക്കാം, ഒരുപക്ഷെ നാം ജീവിതത്തിൽ നേടിയ എന്തെല്ലാമോ ഒക്കെ ആയിരിക്കാം വിഗ്രഹങ്ങളായിട്ട് നാം താലോലിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ നാം ദൈവത്തെക്കാൾ ഉപരിയായി നമ്മുടെ ഭൗതിക നന്മകളെ നമ്മൾ മറ്റു പലതിനെയും സ്നേഹിക്കുന്നുവെങ്കിൽ
അത് നമുക്കൊരു വിഗ്രഹമാണ്. ഇപ്പം സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്. അപ്പം തന്നെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ട പിശാചിനോട് കർത്താവ് എന്താ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. യേശുവിനോട്, സാത്താനേ, എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കി, തന്നെ നമസ്കരിപ്പാൻ ആവശ്യപ്പെട്ട സാത്താനോട് കർത്താവ് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തിരുവചനം പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ജനന സമയത്ത് ദിവ്യനക്ഷത്രം കിഴക്ക് കണ്ട് കർത്താവിനെ ആരാധിപ്പാൻ കടന്നു വന്ന വിദ്വാൻമാരെ കുറിച്ചും അവർ കർത്താവിനെ നമസ്കരിച്ചതിനെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനെ ആരാധിച്ചതിനെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. എന്നിട്ടോ ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. അപ്പോൾ ഈ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. അവർ ആ വീട്ടിൽ, വിദ്വാൻമാർ ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് അവനെ നമസ്കരിച്ചു. വീണ് അവന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. അപ്പോൾ ഇവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട്, എന്നിട്ടോ അവരെ നമസ്കരിച്ചു എന്നല്ല, അവനെ നമസ്കരിച്ചു. അതിൻ്റെ കാരണം എന്താ? ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം. എന്നിട്ട് വീണ്ടും വായിക്കുകയാണ്, പിന്നെയോ വീണ് അവനെ നമസ്കരിച്ചു. അവന് പൊന്നും മൂരും അവർക്ക് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചെന്നല്ല, യേശുവിനെ നമസ്കരിച്ച് യേശുവിന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. അപ്പം മറിയയും യോസഫും ഒക്കെ കൂടെ ഉണ്ടായിരുന്നില്ല, അവരെ ആരെയും എന്ത് ചെയ്തില്ല? വിദ്വാൻമാർ നമസ്കരിച്ചില്ല. കാരണം ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ആ വചനം പറയുന്നതിന് ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ. നാം വീണ്ടും തിരുവചനം പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിൻ്റെ 14-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 14-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും 2 കാലിന് ശേഷിയില്ലാതെയും ഉള്ള ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ലുസ്ത്രയിലുള്ള തങ്ങളുടെ ശുശ്രൂഷ വേളയിൽ ഈ മനുഷ്യനെ സൗഖ്യമാക്കി. ഇത് കണ്ട ലുസ്ത്രയിലെ ജനങ്ങൾ എന്ത് ചെയ്തു? ദേവന്മാർ മനുഷ്യരൂപത്തിൽ തങ്ങളെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും യാഗം കഴിപ്പാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ഇത് കണ്ട അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും എന്താ പറഞ്ഞത്? നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 14-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ലുസ്ത്രയിൽ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യരെ സൗഖ്യമാക്കിയപ്പോൾ ലുസ്ത്രയിലെ ജനങ്ങൾ ചിന്തിച്ചത് ദേവന്മാർ മനുഷ്യരൂപത്തിൽ തങ്ങളെ സന്ദർശിക്കാൻ വന്നിരിക്കുകയാണെന്നാണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും അവരെ ആരാധിപ്പാൻ യാഗം കഴിപ്പാനുള്ള ക്രമീകരണം ചെയ്തു. അപ്പോൾ പൗലോസും ബർന്നബാസും എന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കൊരു ജീവനുള്ള ദൈവമുണ്ട്, ആ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്ന വലിയ സത്യം പൗലോസ് ലുസ്ത്രയിലെ ജനങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ജനത്തോട് നിയമം ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15 മുതൽ 18 വരെ. ആവർത്തനം 4, 15 മുതൽ 18 വരെ. നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളുവീൻ. യഹോവ ഹോരേബിൽ
തീയുടെ നടുവിൽ നിന്ന് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെ എങ്കിലും പെണ്ണിൻ്റെ എങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെ സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. അപ്പം ദൈവം വ്യക്തമായിട്ട് തന്നെ ജനത്തോട് പറഞ്ഞു. എന്താ കാരണം? നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളണം. ഹോരേബിൽ ദൈവം തീയുടെ നടുവിൽ നരളിച്ച നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നിൻ്റെയും ഒരു രൂപം ഉണ്ടാക്കി എന്ത് ചെയ്യരുത്? ആരാധിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കാരണം എന്താ? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ ദൈവരാജ്യത്തിൽ നമ്മെ അകറ്റുന്ന ജഡത്തിന്റെ പ്രവൃത്തികളിൽ നാലാമത്തേതാണ് വിഗ്രഹാരാധന. അപ്പൊ നാം നമ്മുടെ സത്യദൈവത്തെ ആരാധിക്കേണ്ട സ്ഥാനത്ത് ആ ദൈവത്തിന്റെ രൂപത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നതെങ്കിൽ, നാം ദൈവരാജ്യത്തിന് പുറത്തായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഏത് വക? ജഡത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുന്നുപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വറി, കൂത്ത് എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പോൾ വചനം വളരെ നിഷ്കർഷയായി പറയുകയാണ്, നാം ജഡത്തിന്റെ പ്രവൃത്തിയായ വിഗ്രഹാരാധന ഉള്ളവരാണെങ്കിൽ നാം സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് ഈ നല്ല പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ വചനം കയ്യിൽ പിടിക്കുകയും ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഭവനങ്ങളിലും ആലയങ്ങളിലും ഒക്കെ വെച്ച് അതിനെ ആരാധിക്കുന്നവരാണെങ്കിൽ നാം സ്വർഗരാജ്യം കാണത്തില്ല എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല പ്രഭാതത്തിൽ നല്ല തീരുമാനമെടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ദൈവവചനത്തിന് വിരുദ്ധമായ ആരാധനാ രീതികൾ മാറട്ടെ. തിരുവചനപ്രകാരം ഏക സത്യ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. നല്ല തീരുമാനത്തോട് സമർപ്പണത്തോടും കൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അടിയങ്ങളെ ഓർപ്പിച്ചല്ലോ. അതിലൊന്ന് വിഗ്രഹാരാധനയാണെന്നും അത് ദൈവവചനത്തിന് വിരുദ്ധമായ പാപമാണെന്നും തിരുവചനം പറയുമ്പോൾ അടിയങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച യാക്കോബ് തൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിച്ചതുപോലെ അടിയങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണേ. പ്രിയമക്കളുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ എല്ലാം എൻ്റെ കർത്താവ് അറിയുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല പരിഹാരകൻ അവിടുന്നാണല്ലോ. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ പ്രിയമക്കളെ വഹിക്കണമേ. ഇന്ന് കേട്ട വചനവഴികൾക്ക് ആർക്ക് ശിക്ഷാവിധിക്ക് കാരണമാകല്ലേ കർത്താവ്. അടിയങ്ങളെല്ലാവരും നിത്യജീവൻ അവകാശികളായി തീരുവാൻ സഹായിക്കണം. എല്ലാ മാനവും മഹത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നന്നായിട്ട് പഠിച്ച് തിരുവചനത്തിൽ വളരുവാൻ, ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം.
ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.